നമസ്കാരം. ജാതക കഥകളിലെ രണ്ടാമത്തെ കഥ തിത്തിരിപ്പക്ഷിയുടെ പ്രതികാരം. ഹിമാലയത്തിൻ്റെ താഴ്വരയിലുള്ള കാട്ടിൽ 80,000 ആനകളുടെ രാജാവായി കഴിയുകയാണ് ബോധിസത്വൻ. ആ കാട്ടിൽ തന്നെ മണ്ണിൽ മാളമുണ്ടാക്കി ഒരു തിത്തിരിപ്പക്ഷി മുട്ടയിട്ടു. മുട്ടകളെല്ലാം വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. പക്ഷേ ചിറകുകൾ മുളച്ചിട്ടില്ല. അതിന് ഇനിയും ദിവസങ്ങൾ വേണം. അപ്പോഴാണ് ആനക്കൂട്ടം അതുവഴി വന്നത്. അത് കണ്ട തിത്തിരിപ്പക്ഷി വല്ലാതെ പരിഭ്രമിച്ചു. പറക്കാനാവാത്ത കുഞ്ഞുങ്ങൾ ഇത്രയും ആനകളുടെ ചവിട്ടടിയിൽപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക? അതോർക്കാനേ വയ്യ. തിത്തിരിപ്പക്ഷി ആനകളുടെ രാജാവിൻ്റെ മുന്നിലേക്ക് ചെന്നു. ചിറകുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണീരോടെ അപേക്ഷിച്ചു. പ്രഭോ, എൻ്റെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ ഇതാ ഇവിടെയുണ്ട്. ആനയുടെ ചവിട്ടടിയിൽപ്പെടാതെ അവയെ രക്ഷിക്കണേ. ഇത് കേട്ട ആന പറഞ്ഞു, തിത്തിരിപ്പക്ഷി, നീ വിഷമിക്കേണ്ട. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരാപത്തും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. ആ ആന മുന്നോട്ട് വന്ന് പക്ഷിക്കുഞ്ഞുങ്ങളെ തൻ്റെ കാലുകൾക്കടിയിൽ സംരക്ഷിച്ചു നിർത്തി. എന്നിട്ട് പുറകെ വന്ന ആനകളോട് മുന്നോട്ട് കടന്നു പോകാൻ പറഞ്ഞു. അങ്ങനെ ആ ആനക്കൂട്ടം അത്രയും കടന്നുപോയി. അതുവരെയും അവൻ ആ നിൽപ്പു നിന്നു. ആനകളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, തിത്തിരിപ്പക്ഷി, ഇനി ഒരു ഒറ്റയാൻ മാത്രം വരാനുണ്ട്. കൂട്ടം തെറ്റിയവനാണവൻ. ഞാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കുകയില്ല. അതിനാൽ നീ തന്നെ അവനോട് പറഞ്ഞ് നിന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം. ഇനി ഞാൻ പോകട്ടെ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒറ്റയാൻ വന്നു. തിത്തിരിപ്പക്ഷി അവൻ്റെ മുന്നിൽ ഓടിയെത്തി. തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമെന്ന് ദയനീയമായി അപേക്ഷിച്ചു. അവനത് ചെവിക്കൊണ്ടില്ല. എന്ന് മാത്രമല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ പക്ഷിക്കുഞ്ഞുങ്ങളെ ചവിട്ടിയരച്ച് അഹങ്കാരത്തോടെ കടന്നുപോയി. തിത്തിരിപ്പക്ഷിക്കത് സഹിക്കാനായില്ല. അവൾ ഹൃദയം പൊട്ടിപ്പറഞ്ഞു, നീ നിന്റെ ശരീരത്തിൻ്റെ ശക്തി കൊണ്ട് എന്നെ ദ്രോഹിച്ചു. ഞാൻ എൻ്റെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് നിന്നോടിതിന് പ്രതികാരം ചെയ്യും. നോക്കിക്കോ. പിന്നീട് അതായി അവളുടെ ലക്ഷ്യം. ഒരു ദിവസം അവളൊരു കാക്കയെ സഹായിച്ചു. അതിന് എന്ത് പ്രത്യുപകാരം വേണമെന്ന് കാക്ക ചോദിച്ചു. അപ്പോൾ തിത്തിരിപ്പക്ഷി പറഞ്ഞു, ഈ കാട്ടിൽ ഒരു ഒറ്റയാനുണ്ട്. അവൻ്റെ കണ്ണുകൾ രണ്ടും നീ കൊത്തിപ്പറിച്ച് കളഞ്ഞാൽ മതി. കാക്ക അത് സമ്മതിച്ചു. മറ്റൊരു ദിവസം അവളൊരു ഈച്ചയ്ക്ക് എന്തോ സഹായം ചെയ്തു കൊടുത്തു. അതിന് എന്താണ് താൻ തിരിച്ചു തരേണ്ടത് എന്ന് ഈച്ച അന്വേഷിച്ചു. അപ്പോൾ തിത്തിരിപ്പക്ഷി പറഞ്ഞു, ഈ കാട്ടിൽ ഒരു ഒറ്റയാനുണ്ട്. അവൻ്റെ കണ്ണുകൾ 2 വ്രണങ്ങളാണ്. അവിടെ നീ മുട്ടയിടണം. ഈച്ച അത് സമ്മതിച്ചു. വേറൊരു ദിവസം അവൾ ഒരു തവളയെ സഹായിച്ചു. അതിന് പകരം എന്തു വേണമെന്ന് തവള ചോദിച്ചു. അപ്പോൾ തിത്തിരിപ്പക്ഷി പറഞ്ഞു, ഈ കാട്ടിൽ കണ്ണ് കാണാത്ത ഒരു ഒറ്റയാനുണ്ട്. അവൻ ദാഹിച്ചലയുമ്പോൾ നീ മലയുടെ മുകളിൽ കയറിയിരുന്ന് കരയണം. നിന്റെ കരച്ചിൽ കേട്ട് അവിടെ വെള്ളം കാണുമെന്ന് കരുതി അവൻ മലയുടെ മുകളിലേക്ക് കയറി വരും. അപ്പോൾ നീ ആ മലയുടെ ചെങ്കുത്തായ താഴ്വരയിലേക്ക് ഇറങ്ങി അവിടെ ഇരുന്ന് കരയണം. അത്രയും ചെയ്താൽ മതി. തവള അത് സമ്മതിച്ചു. അങ്ങനെയിരിക്കെ കാക്ക ഒറ്റയാനെ കണ്ടു. അവൻ്റെ 2 കണ്ണുകളും കൊത്തിപ്പൊളിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വ്രണങ്ങൾ പഴുത്തു. അപ്പോൾ അവയിൽ ഈച്ച മുട്ടയിട്ടു. മുട്ട വിരിഞ്ഞ് പുഴുവായി. ആ പുഴുക്കൾ ആനയുടെ തലയിലേക്ക് നുളച്ചു കടന്നു. ആന ആകെ അവശനും ഭ്രാന്തനുമായി വേദനയും ദാഹവും കൊണ്ട് വലഞ്ഞു. അപ്പോഴാണ് മലയുടെ മുകളിൽ തവളയുടെ കരച്ചിൽ കേട്ടത്. അവിടെ വെള്ളമുണ്ടാകുമെന്ന് കരുതി ആന തപ്പിത്തപ്പി മലയുടെ മുകളിലെത്തി. അപ്പോഴേക്കും തവള മലയുടെ ചെങ്കുത്തായ താഴ്വരയിലേക്ക് ഇറങ്ങി കരയാൻ തുടങ്ങി. ദാഹം സഹിക്കാനാവാതെ ആന ആ ശബ്ദത്തിന് നേരെ നടന്നു. കുത്തനെയുള്ള ഇറക്കത്തിൽ കാല് തെറ്റി തലകുത്തി ഉരുണ്ട് താഴെ വീണ് ആന ചത്തുവീണ ആനയെ കണ്ട് തൻ്റെ പ്രതികാരം നിറവേറ്റിയതിൻ്റെ സംതൃപ്തിയോടെ തിത്തിരിപ്പക്ഷി പറന്നുപോയി. നന്ദി.